അപ്പൊ നമുക്കിന്ന് ബയോകെമിസ്ട്രിയുടെ മോഡ്യൂൾ 3 ആണ് നോക്കാനുള്ളത്. ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്. അപ്പൊ ഇതിന്റെ വെയിറ്റേജ് പറയുന്നത് 1 മാർക്കാണ്. അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത് സ്റ്റോറേജ് ഓഫ് കെമിക്കൽ ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസും സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസും അതും കൂടെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസ് ആൻഡ് റിയേജൻസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമാണ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ മീൻസ് ഒരു സൊല്യൂഷന്റെ അല്ലെങ്കിൽ ഒരു കെമിക്കലിന്റെ പ്രിസൈസ് ആയിട്ടുള്ള അതിന്റെ കണ്ടന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് അതിന്റെ കണ്ടന്റ് എത്രത്തോളം അത് വാല്യൂ ആ ഒരു കെമിക്കൽ കണ്ടന്റ് അതിലുണ്ട് എന്നുള്ളതാണ് സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ കൊമേഴ്ഷ്യലി നമ്മൾ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുമ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അതിൽ കൊടുക്കും. ഐഡന്റിഫൈങ് സംതിങ് പ്രിസൈസ്ലി എന്നാണ് സ്പെസിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. അതിന് കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ കാണും. ടെസ്റ്റ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത്: അസൈ സ്പെസിഫിക്കേഷൻ ആൻഡ് ഇമ്പ്യൂരിറ്റി സ്പെസിഫിക്കേഷൻ. അതിൽ അസൈ സ്പെസിഫിക്കേഷൻ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് ഉള്ള സ്പെസിഫിക്കേഷൻ ആണ് അസൈ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അസൈ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടന്റ് ഓർ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റിയേജന്റ് ആണ്. ഇനി ഇമ്പ്യൂരിറ്റി സ്പെസിഫിക്കേഷൻ മീൻസ് ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും നമ്മൾ ആ ഒരു കെമിക്കൽ ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യലി അവൈലബിൾ ആക്കുന്ന സമയത്ത്, അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് അതർ കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കിൾസ് കാണും. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റി സ്പെസിഫിക്കേഷൻ എന്താണ്? അതർ ദാൻ ദാറ്റ് സ്പെസിഫൈഡ് കെമിക്കൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫൈ ചെയ്യുന്നതിനാണ് ഇമ്പ്യൂരിറ്റി സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊന്നെങ്കിൽ നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്രോക്സ് ആയിട്ട് ഇത്ര ഉണ്ട് എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് അല്ല, കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അപ്രോക്സിമേറ്റ് പറയാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം. അപ്പൊ ഇമ്പ്യൂരിറ്റി സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പ്യൂരിറ്റീസ് എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ പ്രിസൈസ് ആയിട്ട് മനസ്സിലാക്കുന്നതാണ് ഇമ്പ്യൂരിറ്റി സ്പെസിഫിക്കേഷൻ. ആൻഡ് കെമിക്കൽസ് നമ്മൾ പറയുന്നത്, ഇനി നമ്മൾ ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ കെമിക്കൽസ് എന്താണെന്ന് പറയാണ്. അപ്പോൾ കെമിക്കൽ എന്താണ്? ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻഡ് കോമ്പോസിഷൻ കൊടുക്കുകയാണ്, ഒരു റേഷ്യോയിൽ അത് പറയുകയാണ്. അതിൽ വാട്ടർ 1 ആണെങ്കിൽ ഈ ഒരു കെമിക്കൽ അതിൽ 0.5 ഉണ്ടെന്ന് ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കെമിക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ കെമിക്കൽ എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെയോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സിന്റെയോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിട്ടായിരിക്കും നമുക്ക് കെമിക്കൽസ് അവൈലബിൾ ആവുന്നത്. ഇപ്പൊ ഓക്സിജൻ ഇൻ എയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, 2 ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് അല്ലെ, അത് എയറിൽ വരുമ്പോൾ അവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് 2 ഓക്സിജൻ എലമെന്റ് ആണ് വരുന്നത്. അതേസമയം നമ്മൾ ഇപ്പൊ വാട്ടർ എടുക്കുകയാണെങ്കിലോ, വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്, അതൊരു കോമ്പൗണ്ട് ആണ്. അപ്പൊ അത് വാട്ടർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സോൾവെന്റ് ആണ്, നമ്മൾ കെമിക്കലായിട്ടല്ല കണക്കാക്കുന്നത്. എങ്കിൽ പോലും വാട്ടറിനെ നമ്മൾ ഒരു കെമിക്കലായിട്ടാണ് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. വാട്ടറിനെ ഒരു കെമിക്കലായിട്ടാണ്, ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. ഇനി റിയേജൻസ് എന്താണെന്ന് നോക്കാം. എനി സബ്സ്റ്റൻസ് വിച്ച് ഇസ് ആഡഡ് ടു ദ കെമിക്കൽ. നമ്മളൊരു റിയാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കെമിക്കലിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ റിയേജന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ്, ടോളൻസ് റിയേജന്റ്, ഇതൊക്കെ. അപ്പൊ നമ്മൾ വേരിയസ് ബയോകെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റിയേജൻസ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം. 2 തരത്തിൽ നമുക്ക് ഈ കെമിക്കൽസിനെ ഗ്രേഡ് ചെയ്യാം. ഇപ്പൊ ഗ്രേഡ്സ് ഓഫ് കെമിക്കൽ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ഗ്രേഡ്സ് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുവാണെങ്കിൽ 2 ഗ്രേഡ്സ്, പ്രൈമറി സ്റ്റാൻഡേർഡ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്, അങ്ങനെ 2 സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമുക്ക് ഈ കെമിക്കൽസിനെ തരംതിരിക്കാൻ പറ്റും. അതിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് മീൻസ് ഇറ്റ് ഈസ് ദ കെമിക്കൽ ഓർ റിയേജന്റ് വിച്ച് ഈസ് പ്യുവർ ആൻഡ് ലെസ് റിയാക്റ്റീവ്. ഇപ്പൊ സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ഒരു കമ്പാരിസൺ പോലെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. കമ്പയർഡ് ടു ദ പ്രൈമറി സ്റ്റാൻഡേർഡ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക, സെക്കൻഡറി സ്റ്റാൻഡേർഡിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല.
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് എക്സ്ട്രീംലി പ്യുവർ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേസമയം പ്രൈമറി സ്റ്റാൻഡേർഡ് പ്യുവർ ആണ്. ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ അതിൽ ഉള്ള ആ ഒരു കെമിക്കലിന്റെ കണ്ടന്റ് പ്യുവർ ആണ്, ഇമ്പ്യൂരിറ്റീസ് കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രൈമറി സ്റ്റാൻഡേർഡ് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും. സെക്കൻഡറി സ്റ്റാൻഡേർഡിൽ ലെസ് സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം. അൺഹൈഡ്രസ് ആയിരിക്കും പ്രൈമറി സ്റ്റാൻഡേർഡ്. ആൻഡ് സൊല്യൂഷൻ റിമൈൻ സ്റ്റേബിൾ ഇൻ കേസ് ഓഫ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ഈ ലെസ് ഹൈഗ്രോസ്കോപ്പിക്കും ഹൈഗ്രോസ്കോപ്പിക്കും എന്ന് പറഞ്ഞാൽ വാട്ടറിനോടുള്ള ആ ഒരു വാട്ടർ ലവിങ് ക്യാരക്ടർ ആണോ അല്ല എന്നുള്ളതാണോ ഇത് ഹൈഗ്രോസ്കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെസ് ഹൈഗ്രോസ്കോപ്പിക് മീൻസ് വാട്ടറിനോടുള്ള അതിന്റെ അഫിനിറ്റി കുറവായിരിക്കും. സെക്കൻഡറി സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ചോളം അത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഇനി നമുക്ക് ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസിലേക്ക് വരാം. ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസ് രണ്ട് തരത്തിൽ, നമ്മളിപ്പോ പറഞ്ഞത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് നമ്മൾ രണ്ട് തരത്തിൽ പറഞ്ഞു. ഇനി ഈ ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസിനെ നമുക്ക് വീണ്ടും തരംതിരിക്കാനായിട്ട് പറ്റും. അതായത് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഓരോ കെമിക്കൽ സബ്സ്റ്റൻസും എത്രത്തോളം പ്യുവർ ആണ് എന്ന് തീരുമാനിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രേഡ്സ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഗ്രേഡ്സ് ആയിട്ടുള്ള കെമിക്കലിനെ നമുക്ക് പ്യുവറസ്റ്റ് കെമിക്കൽ എന്ന് പറയാനായിട്ട് പറ്റും. ഇമ്പ്യൂരിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഗ്രേഡ്സിന്റെ ഗ്രേഡ് താഴേക്ക് പോകും. ഓക്കെ, താഴോട്ട് ലോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഗ്രേഡിങ്ങിൽ ആ കെമിക്കലിന്റെ സ്ഥാനം റാങ്കിൽ താഴോട്ട് പോകും. ഇനി ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഒന്നുകിൽ മെറ്റൽ ആകാം, വാട്ടർ ആകാം, അല്ലെങ്കിൽ കെമിക്കൽ ആകാം. അപ്പൊ നമ്മൾ 7 തരത്തിലുള്ള കോമൺ ഗ്രേഡ്സ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ACS ഗ്രേഡ്, ഇതിനെ നമ്മൾ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി ഗ്രേഡ് എന്നാണ് പറയുന്നത്. അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റീസ് അംഗീകരിച്ച ചില സ്റ്റാൻഡേർഡ്സ് അനുസൃതമാക്കിയിട്ടുള്ള കെമിക്കലിനെയാണ് നമ്മൾ ACS ഗ്രേഡ് എന്ന് പറയുന്നത്. റിയേജന്റ് ഗ്രേഡ്, USP ഗ്രേഡ്, NF ഗ്രേഡ്, ലബോറട്ടറി ഗ്രേഡ്, പ്യൂരിഫൈഡ് ഗ്രേഡ്, ടെക്നിക്കൽ ഗ്രേഡ്, ഇതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇത് കൂടാതെ ബയോടെക്, ഫുഡ് ഗ്രേഡ്, അങ്ങനെ ധാരാളം ഗ്രേഡ്സ് ഉണ്ട്. അപ്പൊ ഓരോ നമുക്ക് നോക്കാം. അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി ഗ്രേഡ് അല്ലെങ്കിൽ ACS ഗ്രേഡ് ഏറ്റവും ഹയസ്റ്റ് പ്യൂരിറ്റി ഉള്ള ഗ്രേഡ് ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ലബോറട്ടറി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ACS ഗ്രേഡ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ക്വാളിറ്റി ഫാക്ടർ നമുക്കിപ്പോ തീരെ വേണ്ടാത്ത റിയാക്ഷൻസ് ഒക്കെയാണ്. നമ്മളിപ്പോ ഒരു ലബോറട്ടറി ടെസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടെസ്റ്റ് റിസൾട്ട് തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്വാളിറ്റി ഫാക്ടർ ഇഗ്നോർ ചെയ്യുന്ന കേസസിൽ മാത്രമാണ് നമ്മൾ ഈ ACS ഗ്രേഡിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നത്. അല്ലാതെയുള്ള നോർമൽ ആയിട്ടുള്ള എല്ലാ ലബോറട്ടറി ടെക്നിക്സിലും നമ്മൾ ഉപയോഗിക്കുന്നത് ACS ഗ്രേഡ് ആണ്. അപ്പൊ കോമൺ ഗ്രേഡ് ആൻഡ് ഹയസ്റ്റ് പ്യൂരിറ്റി ഗ്രേഡ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി ഗ്രേഡ് അല്ലെങ്കിൽ ACS ഗ്രേഡ് ആണ്. ഇനി റിയേജന്റ് ഗ്രേഡിലേക്ക് വരാം. അതും ഹയസ്റ്റ് പ്യൂരിറ്റി ഒക്കെ ഉള്ളതാണ്. പക്ഷെ ക്വാളിറ്റി ഫാക്ടർ നിർബന്ധമാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ അതൊരു സയന്റിഫിക് അസൈസ് ഒക്കെ ചെയ്തില്ലേ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ACS ഗ്രേഡിന്റെ അത്രയും പ്യൂരിറ്റി അതിനില്ല. ഫുഡില്, ഡ്രഗ്സില്, മെഡിസിൻസില്, ഇതിന്റെ ഒക്കെ പ്രിപ്പറേഷൻസിൽ, അതേപോലെ തന്നെ ലാബ് ടെക്നിക്സിലൊക്കെ നമ്മൾ ഈ റിയേജന്റ് ഗ്രേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി USP ഗ്രേഡിലേക്ക് വരികയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമാകോപിയ ഗ്രേഡ് എന്നാണ് പറയുന്നത്. അതും ഹയസ്റ്റ് പ്യൂരിറ്റി ആണ്. ഇതും അഗെയിൻ ഫുഡ്, ഡ്രഗ്സ് ആൻഡ് മെഡിസിൻ. ഈ USP ഗ്രേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് റിവ്യൂ ചെയ്തിട്ട് അതിന്റെ എക്സാക്ട് കെമിക്കൽ കോമ്പോസിഷൻ ഒന്ന് പ്രീ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് USP ഗ്രേഡിൽ. ഇനി NF ഗ്രേഡ് എന്താണെന്ന് നോക്കാം. നാഷണൽ ഫോർമുലറി ഗ്രേഡ് എന്നാണ് NF ഗ്രേഡിന്റെ എക്സ്പാൻഷൻ വരുന്നത്. അതും ഹയസ്റ്റ് പ്യൂരിറ്റി ആയിട്ടുള്ള ഗ്രേഡ് ആണ്. ഇനി ഇത് നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന ഒരു ഗ്രേഡ് ഓഫ് റിയേജന്റ് ആണ് ഈ നാഷണൽ ഫോർമുലറി ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഗ്രേഡ്സിന്റെയും യൂസ് സ്പെസിഫൈ ചെയ്തൊന്ന് നോക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ തന്നെയാണ്. പക്ഷേ അതർ ദാൻ ദീസ് ഗ്രേഡ്സ് നമ്മൾ ഏതൊക്കെ ഗ്രേഡ്സ് ആണ്, എന്തൊക്കെ ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ലബോറട്ടറി ഗ്രേഡ് അല്ലെങ്കിൽ ലാബ് ഗ്രേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ഇമ്പ്യൂരിറ്റീസ് എക്സാക്ട്ലി നമുക്ക് അറിയത്തില്ല. അതായത് ഇമ്പ്യൂരിറ്റീസ് ലെവൽ എന്ന് പറയുന്നത് അൺനോൺ ആയിരിക്കും.
ഇത് കൂടുതലും നമ്മൾ ടീച്ചിങ് ട്രെയിനിങ് ഇപ്പൊ നമ്മൾ സ്കൂൾസിലൊക്കെ ലാബ്സ് ഉണ്ടല്ലേ, അപ്പൊ ലബോറട്ടറി ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് പർപ്പസ് വേണ്ടിയിട്ടുള്ള ലാബ് ടെക്നിക്സിലാണ് നമ്മൾ ഈ ലബോറട്ടറി ഗ്രേഡ്സ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ലാബ് ഗ്രേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ലാബ് ടെസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലബോറട്ടറി ഗ്രേഡ് അത് നമ്മൾ ജനറലി ലാബിൽ യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നതാണ്. ഇനി പ്യൂരിഫൈഡ് ഗ്രേഡ് എന്താണെന്ന് നോക്കാം. ഇതിനെ നമുക്ക് കെമിക്കൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഗ്രേഡ് അങ്ങനെയും പറയാനായിട്ട് പറ്റും. പ്യൂരിഫൈഡ് ഗ്രേഡ് ഈസ് ഓൾസോ നോൺ ആസ് കെമിക്കൽ ഓർ കൊമേഴ്ഷ്യൽ ഗ്രേഡ്. ഇത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ലോ ഗ്രേഡ് ആയിട്ടുള്ള, അതായത് വളരെ ലോ ഗ്രേഡ് ആയിട്ടുള്ള കെമിക്കൽസ് വേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിംഗ് മീൻസ് നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഒരു ടെസ്റ്റിൽ കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്പർ വേണ്ട, അതിന്റെ ക്വാളിറ്റി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എത്രത്തോളം കെമിക്കൽ എടുക്കണം അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഇത്രത്തോളം വേണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ജസ്റ്റ് ആ ഒരു കെമിക്കലിന്റെ ആ ഒരു കണ്ടന്റ് മാത്രം മതി. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു പ്യൂരിഫൈഡ് ഗ്രേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടെക്നിക്കൽ ഗ്രേഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡ് ആണ് ടെക്നിക്കൽ ഗ്രേഡ്. അപ്പൊ ഇത് കൊമേഴ്ഷ്യൽ ആയിട്ടും ഇൻഡസ്ട്രിയൽ ആയിട്ടും ഏറ്റവും കൂടുതൽ ബൾക്കായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ഗ്രേഡ് ആണ് ടെക്നിക്കൽ ഗ്രേഡ് ഓഫ് കെമിക്കൽ. ഇത് കൂടാതെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഗ്രേഡ്സും കൂടെ പറയാനുണ്ട്. ഇൻഡസ്ട്രിയൽ ഗ്രേഡ് എന്ന് പറയുന്നത് ചില സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പ്യൂരിറ്റി അതേപോലെ തന്നെ കോമ്പോസിഷൻ ഉള്ള കെമിക്കൽസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് എന്ന് പറയുന്നത്. ഇത് അനലിറ്റിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ആപ്ലിക്കേഷന് നമുക്ക് പറ്റാത്ത തരത്തിലുള്ള കെമിക്കലാണ് ഈ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഓഫ് കെമിക്കൽ. ഏകദേശം പ്യൂരിറ്റി എന്ന് പറയുന്നത് 90 to 95% ആണ്. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ ചില പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഫാക്ടറീസിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ്. ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് അതും നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ചില സ്റ്റാൻഡേർഡ്സ് ഫാർമസ്യൂട്ടിക്കലി വേണ്ടുന്ന ചില സ്റ്റാൻഡേർഡ്സ് അവർ സ്പെസിഫൈ ചെയ്യും. അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രേഡ്സിന് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓക്കെ പറയാം. ഇനി പ്യൂരിറ്റി വരുന്നത് 99.9% അല്ലെങ്കിൽ ഹയർ ആണ്. അപ്പോൾ നമ്മൾ മെഡിസിൻസ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല പ്യൂരിറ്റിയിൽ വേണം നമുക്ക് ഈ ഒരു ഗ്രേഡ് ഓഫ് കെമിക്കൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇനി ബയോടെക് ഗ്രേഡ് ഓഫ് കെമിക്കൽസ് ഉണ്ട്. ബയോടെക് ഗ്രേഡിൽ വരുന്നത് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഓരോന്നിലും പേരിൽ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷനും അതിൽ കൂടെ തന്നെ നമുക്ക് കിട്ടും. 99.9% ആണ് പ്യൂരിറ്റി വരുന്നത്. ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോടെക് ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സ്പെക്ട്രോ ഗ്രേഡ് എന്താണെന്ന് നോക്കാം. സ്പെക്ട്രോ ഗ്രേഡ് സ്പെക്ട്രോസ്കോപ്പിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 99.9% ആണ് അഗെയിൻ പ്യൂരിറ്റി വരുന്നത്. സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് അതാണ് നമ്മുടെ സ്പെക്ട്രോ ഗ്രേഡിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് പോലുള്ള റേസ് യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അവിടേക്കാണ് നമ്മൾ ഈ ഒരു സ്പെക്ട്രോ ഗ്രേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്രൊമാറ്റോഗ്രഫി ഗ്രേഡ്. ഇത് നമ്മൾ ക്രൊമാറ്റോഗ്രഫി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് നമ്മൾ ചില കെമിക്കൽ അനാലിസിസ് ഒക്കെ നടത്തും. അപ്പൊ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രൊമാറ്റോഗ്രഫി ഗ്രേഡ് ഓഫ് കെമിക്കൽ ആണ്. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, ഹൈ പ്രഷർ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, HPLC ആൻഡ് GC, ഇതിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്രൊമാറ്റോഗ്രഫി ഗ്രേഡ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് റിയേജൻസ്. അപ്പോൾ ഈ ഒരു ഡിഫറെന്റ് ഗ്രേഡ്സ് ഉണ്ടല്ലേ, അപ്പൊ ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പലതരത്തിലുള്ള കെമിക്കൽസ് കൈകാര്യം ചെയ്യുമ്പോൾ ഇത് ഒറിജിനൽ പാക്കേജിങ്ങിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, അത് റിട്ടേൺ ചെയ്യരുത്. അതായത് നമ്മൾ ആ ഒരു പാക്കേജ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാക്ക് ടു ആ ഒരു പാക്കേജിലേക്ക് വെക്കരുത്. ഓരോ സീരീസ് ഓഫ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നത് അവരുടെ ഒരു ഇതുണ്ട്, എന്താ ഒരു പ്രൊസീജിയർ ഉണ്ട്, അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് ഫോളോ ചെയ്യാനായിട്ട്. അതായത് ഇപ്പൊ പാക്കേജിൽ നമ്മൾ എടുത്ത ഒരു കെമിക്കൽ ആണെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഓരോ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഹാൻഡ്ലിങ്ങിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൺമാർക്ക്ഡ് റിയേജൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ കെമിക്കൽ കണ്ടെയ്നേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ലേബൽ ചെയ്തിരിക്കണം.
അതേപോലെ നമ്മൾ കെമിക്കൽസ് അതിന്റെ നെക്കിൽ, അതായത് ബോട്ടിലിന്റെ നെക്ക് പോർഷൻ ഉണ്ട്, അത് വെച്ചിട്ട്, അതായത് നമ്മൾ ഹാൻഡ് കൊണ്ട് ആ ഒരു നെക്ക് പോർഷനിൽ ഹോൾഡ് ചെയ്തിട്ടൊക്കെ പിടിച്ചോണ്ട് പോകും. അങ്ങനെയൊന്നും ഒരിക്കലും കെമിക്കൽസ് ഹോൾഡ് ചെയ്തുകൊണ്ട് പോകരുത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഹാൻഡ്ലിംഗ് ഓഫ് കെമിക്കൽസിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഡിഫറെന്റ് ഗ്രേഡ്സിൽ പറയുമ്പോൾ എന്താ, ഓരോ തരത്തിലുള്ള ഗ്രേഡ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രിക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ എ പ്രിൻസിപ്പിൾ എപ്പോഴും ഫോളോ ചെയ്യുക. ഓൾവേസ് ആഡ് ആസിഡ് ഇൻ വാട്ടർ, നെവർ ആഡ് വാട്ടർ ഇൻ ആസിഡ്. അതായത് ആസിഡ് എപ്പോഴും എന്താ, വാട്ടറിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ആസിഡിലേക്ക് നമ്മൾ ഒരിക്കലും വാട്ടർ ആഡ് ചെയ്യരുത്. അതാണ് നമ്മൾ എ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇനി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ സ്മെല്ലിങ്, അതായത് നോർമലി നമ്മൾ കെമിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ടൊരു ഓർഡർ വരും. പക്ഷേ ഈ ഇന്റൻഷൻ ആയിട്ട് നമ്മൾ സ്മെല്ല് ചെയ്യുക, അതായത് ഒരു കെമിക്കൽസിന്റെ ചിലപ്പോൾ ഒരു അഡിക്ഷൻ പോലെ ആയിട്ട് നമ്മൾ കെമിക്കൽസ് സ്മെല്ല് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സ്മെല്ലിങ് അല്ലെങ്കിൽ ഇൻഹെയിലിങ് അതൊക്കെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് കെമിക്കലുമായിട്ട് അവോയ്ഡ് ചെയ്യുക. അതായത് ഓൾവേസ് നമ്മൾ ഈ ഒരു PPE യൂസ് ചെയ്യണം, ഗ്ലൗസസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ബോഡിയുടെ ഏത് പാർട്ടാണോ കോണ്ടാക്ട് വരുന്നത് ആ ഒരു പാർട്ട് എപ്പോഴും നമ്മൾ ഒരു ഫിസിക്കൽ ബാരിയർ ഉപയോഗിച്ച് എപ്പോഴും കവർ ചെയ്തിട്ട് വേണം ഈ കെമിക്കൽസ് എപ്പോഴും ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്, നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ഡിഫറൻസ് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് രണ്ട് തരത്തിലുള്ള ഗ്രേഡ്സ്, പ്രൈമറി സ്റ്റാൻഡേർഡ് ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. അപ്പോൾ നമുക്കൊരു നോൺ കോൺസെൻട്രേഷനിൽ ഒരു കെമിക്കൽ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയും, ഇത്ര സ്റ്റാൻഡേർഡിലുള്ള കെമിക്കലാണ് ഇത്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് തീരുമാനിക്കുന്നത്. ചില വോളിമെട്രിക് സൊല്യൂഷൻസിന്റെ ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സെക്കൻഡറി സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞു. പ്രൈമറി സ്റ്റാൻഡേർഡ് പ്യുവർ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ്, അതിൽ അൺഹൈഡ്രസ് ആണ്, അതേപോലെ തന്നെ ലെസ് റിയാക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് നമ്മൾ ടൈട്രേഷനിൽ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്. അതേപോലെ തന്നെ ഹൈ സ്റ്റെബിലിറ്റി ഉള്ള, അതേപോലെ തന്നെ ഹൈ ഇക്വലന്റ് വെയിറ്റ്, മാസ് മെഷർമെന്റിലൊക്കെ നമ്മൾ ഇക്വലന്റ് വെയിറ്റ് ഹൈ ആയതുകൊണ്ട് തന്നെ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹൈഗ്രോസ്കോപ്പിക് ആണ്, അതുകൊണ്ട് തന്നെ മാസിൽ ചേഞ്ചസ് വരുന്നത് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ നോൺ ടോക്സിക് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, വളരെ റെഡ്ലി അവൈലബിൾ ആണെന്നുള്ളതാണ് പ്രൈമറി സ്റ്റാൻഡേർഡിന്റെ മറ്റ് പ്രത്യേകതകൾ. ഇപ്പോൾ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്സിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സോഡിയം കാർബണേറ്റ്, Na2CO3, അതേപോലെ തന്നെ സോഡിയം ടെട്രാബോറേറ്റ്, Na2B4O7, പൊട്ടാസ്യം ഹൈഡ്രോജൻ താലേറ്റ്, KHCH4O4 ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോജീനിയോഡേറ്റ്, KHIO3. ഇങ്ങനെയുള്ള കുറച്ച് ആസിഡ് ബേസ് റിയാക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. അതേപോലെ തന്നെ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ് വേണ്ടി യൂസ് ചെയ്യുന്ന പ്യുവർ മെറ്റൽസ് ലൈക്ക് സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം ആൻഡ് മാഗ്നീസ്. ഇതൊക്കെ നമ്മൾ എന്താ പ്രൈമറി സ്റ്റാൻഡേർഡ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ്. ഇനി പ്രസിപ്പിറ്റേഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആണ് സിൽവർ നൈട്രേറ്റ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ബ്രോമൈഡ്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതേപോലെ തന്നെ പൊട്ടാസ്യം ബ്രോമേറ്റ്, പൊട്ടാസ്യം അയഡേറ്റ്, സോഡിയം ഓക്സാലേറ്റ് എന്നിവ. ഇനി സെക്കൻഡറി സ്റ്റാൻഡേർഡ്, ഇത് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നുണ്ട്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് എന്നപ്പോൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ് നമ്മൾ എന്താ, പ്രൈമറി സ്റ്റാൻഡേർഡ് എഗൻസ്റ്റ് ആയിട്ട് ചില സ്പെസിഫിക് അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇത് കാലിബ്രേഷന് വേണ്ടിയിട്ടാണ് ജനറലി യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ഇപ്പൊ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്. നമ്മളൊരു ഇന്നൊരു അനാലിസിസ് വേണം, അല്ലെങ്കിൽ ഇന്ന് നമ്മളൊരു കെമിക്കൽ അനാലിസിസ് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ നമ്മൾ അന്ന് ഈ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഇത് ടൈട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഇപ്പം നോർമലി ടൈട്രേഷൻ അല്ല, ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസ് വേണ്ടുന്ന ടൈട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടൈട്രേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ് പ്രൈമറി സ്റ്റാൻഡേർഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ലെസ് പ്യൂരിറ്റി ആണ്, ബിക്കോസ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡിൽ നിന്നാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ലെസ് സ്റ്റേബിൾ ആണ്, അതേപോലെ തന്നെ മോർ റിയാക്റ്റീവ് ആണ്. പ്രൈമറി സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ റിയാക്റ്റീവ് ആണ്.
ഇനി ഇത് ടൈട്രേറ്റ് ചെയ്യുന്നത് അഗൈൻസ്റ്റ് പ്രൈമറി സ്റ്റാൻഡേർഡ് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈട്രേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ, KHP, Na2CO3, പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫ്യൂരിക് ആസിഡ്, അത് കൂടാതെയുള്ള എക്സാമ്പിൾസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇവയൊക്കെ എന്താണ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. യൂസസിൽ വരുമ്പോൾ കാലിബ്രേഷൻ, ഇൻസ്ട്രുമെന്റ്സ് കാലിബ്രേറ്റ് ചെയ്യാൻ, എക്സാമ്പിൾ സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ്, ക്രൊമാറ്റോഗ്രാഫ്സ്, ഇതൊക്കെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി വേരിഫിക്കേഷൻ്റെ അതിൽ ഫോർ ദ അക്യൂറസി ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ്, പ്രൈമറി സ്റ്റാൻഡേർഡ്സിന്റെ അക്യൂറസി എത്രത്തോളം ഉണ്ട്, ആ സ്റ്റാൻഡേർഡിൽ അത്ര കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിഫിക്കേഷൻ സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. ഇനി ക്വാളിറ്റി കൺട്രോൾ, ചില റിസൾട്ട്സ് അനലൈസ് ചെയ്യാൻ, അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി റിസർച്ച് ആപ്ലിക്കേഷനിൽ പുതിയ പുതിയ മെത്തേഡ്സ്, അനലിറ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കാനും നമ്മൾ ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ട്രെയിനിങ്ങിൽ, നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ലബോറട്ടറി ഗ്രേഡ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, ട്രെയിനിങ്ങിൽ ടീച്ചിങ്ങിലും ഒക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ്ങിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് ആണ്. ഇനി എങ്ങനെ ഈ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസിനെ നമ്മൾ സെലക്ട് ചെയ്യും, എന്തൊക്കെയാണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ? അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് റെലവൻസ്. റെലവൻസ് എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽ എവിടെ, അതായത് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ലാബിൽ അതിന്റെ ആവശ്യമുണ്ടോ, ഈ ഒരു കെമിക്കൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്കത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളതൊരു റെലവെന്റ് ആണോ. അപ്പോൾ ഒരു റിയാക്ഷൻ വേണ്ടിയിട്ട് മാത്രം നമ്മളത് ആ ഒരു സ്റ്റാൻഡേർഡ് പർട്ടിക്കുലർ കെമിക്കൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കെമിക്കൽസ് അത്രയും വേസ്റ്റ് ആവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് റെലവെന്റ് ആയിട്ട് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽ ആയിരിക്കണം നമ്മൾ ഒരു ലാബിൽ സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. അതേപോലെ പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ പ്യൂരിറ്റി മീൻസ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് എപ്പോഴും ഹൈ പ്യൂരിറ്റി, അതേപോലെ തന്നെ മിനിമൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ടെസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന അനാലിസിസിൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരില്ല. ഇനി സ്റ്റെബിലിറ്റി സെക്കൻഡറി സ്റ്റാൻഡേർഡ് കുറച്ച് ലോ സ്റ്റേബിൾ ദാൻ പ്രൈമറി സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് റെസിസ്റ്റന്റ് ടു ഡീഗ്രഡേഷൻ ആയിരിക്കണം, അതേപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കണം. ഇനി അവൈലബിലിറ്റി വരുമ്പോൾ നമുക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്ലയേഴ്സിനടുത്ത് ബൾക്കായിട്ട് ഉള്ള കെമിക്കൽസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വളരെ റെയർ ആയിട്ട് കിട്ടുന്ന കെമിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ തവണ നമ്മളുടെ ഒരു ഡെയിലി റൂട്ടീൻ ലാബിലാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടി വരാൻ താമസിക്കും. അപ്പൊ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ കോസ്റ്റ്, നമ്മുടെ ലബോറട്ടറി വർക്ക് ചെയ്യാൻ വേണ്ടുന്ന കോസ്റ്റും നമ്മുടെ ബാക്കിയുള്ള റണ്ണിങ് കോസ്റ്റും കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡിന്റെ കോസ്റ്റ് എത്രത്തോളം ഉണ്ട്, റിലയബിൾ ആയിട്ട് നമുക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും നമ്മൾ നോക്കണം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽ സെലക്ട് ചെയ്യുന്നത്. ഇനി സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗിൽ വരുമ്പോൾ അത് നമ്മൾ സ്റ്റോറേജ് ഓഫ് ജനറൽ കെമിക്കൽസിൽ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും നോക്കുക സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസിൽ നമ്മൾ കൂൾ ഡ്രൈ പ്ലേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് പരമാവധി അവോയ്ഡ് ചെയ്യുക. അത് മാത്രമല്ല ഹീറ്റ് സോഴ്സസ് അവോയ്ഡ് ചെയ്യുക. പ്രോപ്പർ കണ്ടെയ്നേഴ്സിൽ ഈ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് യൂസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ലേബൽ ചെയ്ത കണ്ടെയ്നേഴ്സിലായിരിക്കണം സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഹാൻഡിൽ വിത്ത് കെയർ, അതായത് ഗ്ലൗസ് യൂസ് ചെയ്യുക, IVR നമ്മൾ PPE ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഈ കെമിക്കൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇനി എക്സ്പയറേഷൻ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പയറേഷൻ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കെമിക്കൽസ് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോലുള്ള അപ്പോൾ ചെക്ക് ചെയ്യുക, റെഗുലർലി ചെക്ക് ചെയ്യുക, എക്സ്പയറേഷൻ ഡേറ്റ് ചെക്ക് ചെയ്യുക. സപ്ലയർ ചില ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ കെമിക്കൽസ് തന്ന സമയത്ത്, അപ്പൊ ആ ഒരു സപ്ലയറിന്റെ റെക്കമെൻഡേഷൻസ് അതിൽ എഴുതിയിട്ടുള്ളതൊക്കെ അതേപോലെ ഫോളോ ചെയ്യുക. ഇതൊക്കെയാണ് SS കെമിക്കൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി റെഗുലേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്, കുറച്ച് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും പറയുന്നുണ്ട് SS കെമിക്കൽസിന്റെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് USP, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ സ്റ്റാൻഡേർഡ്, EP യൂറോപ്യൻ ഫാർമക്കോപ്പിയ സ്റ്റാൻഡേർഡ്, ISO
ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO സ്റ്റാൻഡേർഡ്. ഇതിന്റെയൊക്കെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. NIST, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള 4 സ്റ്റാൻഡേർഡ്സ് ആണ് ജനറൽ ആയിട്ട് നമ്മൾ SS കെമിക്കൽസിന്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി നമ്മൾ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസിലേക്ക് വരികയാണ്. സ്റ്റോറേജ് ഓഫ് കെമിക്കൽസിൽ സ്റ്റോറേജ് മാത്രമല്ല അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലബോറട്ടറി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയുന്നതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതാണ് എങ്ങനെ ഈ കെമിക്കൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, ഹസാർഡിയസ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ധാരാളം കെമിക്കൽസ് ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ സേഫ് ആയിട്ട് എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആക്സിഡൻസ്, കണ്ടാമിനേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഹസാർഡിയസ് സബ്സ്റ്റൻസും ആയിട്ട് എക്സ്പോസ് ആവാതിരിക്കാനും ഒക്കെ നമുക്ക് ഒരു സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് അല്ലെങ്കിൽ കെമിക്കൽ മിക്സിങ് ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ടു ഡെത്ത് വരെ നമുക്ക് കോസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം വയലന്റ് റിയാക്ഷൻസ് ഒക്കെ കോസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ആ കെമിക്കൽസ് ഒക്കെ നമ്മുടെ ആ ഒരു ഏരിയ തന്നെ ബേസ്റ്റ് ആവാനും എക്സ്പ്ലോർ ആവാനും ഒക്കെ കാരണമാവും. അപ്പോൾ 3 പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഈ സ്റ്റോറേജിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കെമിക്കൽ പ്രൊഡക്ട്സിൽ സ്റ്റോറേജ്, അതേപോലെ തന്നെ സ്റ്റാഫ് റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ 3 സിസ്റ്റം പോലെ അല്ലെങ്കിൽ 3 റെലവെന്റ് പ്രിൻസിപ്പൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മെയിൻ പാരാമീറ്റേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 തരത്തിൽ നമുക്ക് പറയാം. അപ്പം കെമിക്കൽ പ്രൊഡക്ട്സിൽ നമ്മൾ ഹാൻഡ്ലിങ് ശ്രദ്ധിക്കുക, യൂസിങ്, അതേപോലെ തന്നെ ഡിസ്പോസൽ. ഇനി സ്റ്റോറേജിൽ വരുമ്പോൾ സ്റ്റോറേജ് പ്ലേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓരോ തരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ആ ഒരു ലബോറട്ടറിയെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ സ്റ്റോറേജ് കണ്ടീഷൻ, അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ ഹ്യൂമിഡിറ്റി, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി സ്റ്റാഫ് ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ദേ ഷുഡ് ബി ട്രെയിൻഡ്. അപ്പോൾ കാര്യങ്ങൾ അറിയാത്ത സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ബോട്ടിലൊക്കെ നമ്മൾ പറഞ്ഞു നെക്കിൽ പിടിച്ചോണ്ട് പോകരുത്. അപ്പോൾ ഇതൊന്നും അറിയാത്ത സ്റ്റാഫിനെയാണ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് യാതൊരു ബോധവും ഉണ്ടാവില്ല. അവർ കെമിക്കൽസ് ഒന്നും സയന്റിഫിക്കലി പറഞ്ഞ രീതിയിൽ സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ അത് എന്താവും, ആ ഒരു പ്രോപ്പർ സേഫ്റ്റി ഇഷ്യൂസിനെ അത് ബാധിക്കും. അപ്പോൾ കെമിക്കൽ ലൈഫ് സൈക്കിൾ, അതായത് സ്റ്റോറേജ് ഓഫ് കെമിക്കലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കെമിക്കലിനുള്ള ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കെമിക്കലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമുക്കത് കിട്ടി, കെമിക്കൽസ് കിട്ടി, നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിന് വേണ്ടിടത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം എൻവയോൺമെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സേഫ്റ്റി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അതിനുശേഷം ഡിസ്പോസ് ചെയ്യുന്നു. ഇപ്പം ട്രീറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കെമിക്കൽ അതേപടി ചിലപ്പോൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സോയിലിൽ എന്താവില്ല, നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് സോയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡീസിൽ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അത് അസാഡസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കോസ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ട്രീറ്റ്മെന്റ് എന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ് ഫൈനൽ സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ ഒരു കെമിക്കൽ ലൈഫ് സൈക്കിൾ ഒന്ന് ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസിൽ, ഏത് കെമിക്കൽസും ആയിക്കോട്ടെ. അതിൽ ഓഷ എന്നുള്ള ആ ഒരു അതിന്റെ എക്സ്പാൻഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഓഷ. കെമിക്കൽ സ്റ്റോറേജിന്റെ കാര്യത്തിൽ ധാരാളം റെഗുലേഷൻസും കാര്യങ്ങളും പറയുന്നതാണ്. ഒരു അതോറിറ്റിയാണ് ഈ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഓഷ. ഓഷ ഇസ് എ സ്റ്റാൻഡേർഡ് ആൻഡ് അതർ സ്റ്റാൻഡേർഡ് ഈസ് EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, EPA റെഗുലേഷൻസ് ഫോർ കെമിക്കൽ സ്റ്റോറേജ്. അതും EPA കുറച്ച് റെഗുലേഷൻസും സ്റ്റാൻഡേർഡ്സും ഉണ്ട് ഫോർ ദ പ്രോപ്പർ കെമിക്കൽ സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ. അപ്പോൾ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.